നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച 1201 കുംഭമാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ വാരത്തിൽ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ചന്ദ്രനാണ്. അശ്വതി നക്ഷത്രമാകുന്നു നാം ചർച്ച ചെയ്യുന്ന ദിനം. മേടൻ രാശിയിൽ ചന്ദ്രനാകുന്നു, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, 10-ാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, മേടം മുതൽ മീനൻ വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ചതയം, പുനരുരുട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 2-ാം ഭാവത്തിൽ മീനത്തിൽ ശനി, 3-ൽ ചന്ദ്രൻ, 5-ാം ഭാവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ ചൊവ്വ. ഇവിടെ കുംഭൻ രാശിക്കാർ കർമ്മമേഖലയിൽ പെട്ടെന്ന് ഒരു ആവേശം തോന്നി ജോലി നഷ്ടപ്പെടുത്തരുത്. ചില പുത്തൻ സൗഹൃദങ്ങൾ വരും, അവർ തനിക്ക് വളരെ ഗുണകരമായി വരും. പക്ഷേ പ്രലോഭനത്തിൽ വീഴണ്ട. തൻ്റെ ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. അല്ലെങ്കിൽ തനിക്ക് ജോലി നഷ്ടപ്പെടുക, ജോലി സംബന്ധിച്ച വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. വളരെ പ്രിയപ്പെട്ട ചില സഹോദര ബന്ധം കുറയുക, സഹായികളെ കൊണ്ട് ചില തലവേദനകളൊക്കെ വരും. അതൊക്കെ ശ്രദ്ധിക്കണം. എങ്കിലും ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ബുധനും ഭാഗ്യാധിപനായ ശുക്രനുമാണ്. അവിടെ സൂര്യനുമുണ്ട്. ഈ 2 വീലർ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. പുത്തൻ വാഹനങ്ങളോടും വസ്ത്രങ്ങളോടും ആഡംബരങ്ങളോടും ഭ്രമത്വം വരും. ധാരാളം കാശും ചിലവാക്കും. വിവാഹ തീരുമാനങ്ങളാകാം. സ്ത്രീ സൗഹൃദങ്ങൾ ധാരാളം വരും. പ്രലോഭനങ്ങൾ പെടാൻ പാടില്ല. കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം ശുക്രനാണ്. സ്മരതിപണ സുഖി, നല്ല സുഖിമാനും കാമകലകളിൽ നിപുണനുമാകും. അവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, രവിചക്ഷകതയെ അമരാരി പൂജ്യയെ സുമുഖ സ്ത്രീ വിജിതോ രഥകുനാരിയാം. സ്ത്രീയുടെ ചരിത്രമൊക്കെ മനസ്സിലാക്കി ഏതാണ് കുട്ടിയെന്നൊക്കെ അറിയാതെ ചില സൗഹൃദങ്ങളൊക്കെ സ്ഥാപിച്ചാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോകും. കാഴ്ചക്ക് മാത്രം വളരെ നല്ലതായിരിക്കും. നമ്മൾ ഡെയിലി എത്ര കാണുന്നു സ്ത്രീകളെ ട്രാപ്പിൽപ്പെടുത്തുക. ട്രാപ്പിൽപ്പെട്ട ആളുകളെ വീണ്ടും പല സ്ത്രീകളും വന്ന് എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്തൊക്കെ അപഖ്യാതികളാണ് പറഞ്ഞ് പരത്തുന്നത്. അതുകൊണ്ട് സ്ത്രീകളോട് കളിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വിശ്വാസോ ദൈവകർത്തവ്യോ സ്ത്രീഷു രാജകുലേഷു ചെയ്യുന്ന, ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല രാജാവിനെ, പിന്നെ സ്ത്രീകളെയും ചതിക്കും ഇവർ. വടക്കൻ വീരാഗാഥയിലെ ഉണ്ണിയാർച്ച മുതൽ നമ്മുടെ മുന്നിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കർമ്മമുട്ടി ചെയ്യണം. ദേവി അത് കർമ്മം പെട്ടെന്ന് പ്രകോപിതനായി രാജിവെച്ച് പോകരുത്. കർമ്മമുട്ടി ചെയ്യുക. അപ്രകാരം തന്നെ ഒരു രക്തപുഷ്പാഞ്ജലി കടുംബായസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.